ഏറ്റവും സുന്ദരമായി ദൈവം സൃഷ്ടിച്ച ഒരു ജീവിയാണ്, ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിയാണ് ആര്? മനുഷ്യൻ. ചിരിക്കാനും കരയാനും അറിയുന്ന മനുഷ്യൻ, ധൈര്യവാനായ മനുഷ്യൻ, ഭീരുത്വമില്ലാത്ത മനുഷ്യൻ, ദയയുള്ള മനുഷ്യൻ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടക്കുന്ന മനുഷ്യൻ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യൻ. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു ജീവി, ഇത്രയും വലിയൊരു ജീവി ഈ ഭൂലോകത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? പറയൂ. ബുദ്ധി കൊണ്ട് മാത്രം ഇത്രയും അധികം ചിന്തിക്കുന്ന ഒരു ജീവി ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനാണ്. പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയതോടൊപ്പം തന്നെ മനുഷ്യന് കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യൻ ഈ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം കീഴടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പ്രപഞ്ചത്തിന്റെ അധിപൻ ദൈവമാണ്. പക്ഷെ മനുഷ്യൻ ഈ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യനിൽ നിന്നാണ്. അതിന് കാരണക്കാരനായ ദൈവമുണ്ട്. മനുഷ്യൻ അഹങ്കരിക്കേണ്ടതില്ല. അതിന് കാരണക്കാരനാരാണ്? ദൈവമാണ്. ആ മനുഷ്യൻ, സുന്ദരനായ മനുഷ്യനെ സൃഷ്ടിച്ചത് സുന്ദരമായി ജീവിക്കാനാണല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ സുന്ദരമല്ലാതെ ജീവിക്കുന്നത്, ആനന്ദത്തോടെ അല്ലാതെ ജീവിക്കുന്നത്? ആനന്ദത്തോടെ കഴിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരുക്കി തന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വസ്തുക്കളാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? എന്തെങ്കിലും അതിൽ സംശയമുണ്ടോ? ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ആകാശം പോലെ വിശാലമാകുന്നില്ലേ? നമ്മൾ വെള്ളത്തിലേക്ക്, കടലിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു വ്യത നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കടൽ കാണുന്ന ഒരു കുട്ടിയുടെ ആഹ്ലാദം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്നത്? എന്തിനാണ് പരസ്പരം നമ്മൾ അടിക്കുന്നത്? എന്തിനാണ് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? ഇത്രയും വലിയ സുന്ദരമായ ഈ ലോകത്തിൽ നമ്മുടെ അമ്മയും അച്ഛനും, നമ്മുടെ പെങ്ങളും, നല്ല മനുഷ്യരും, നമ്മുടെ അപ്പൂപ്പന്മാരും, നമ്മുടെ തലമുറകളും, അതുപോലെ ഋഷീശ്വരന്മാരുമുള്ള ഈ ഭൂമിയിൽ, ജീവിച്ചിരുന്ന ഈ ഭൂമിയിൽ, സമത്വ സുന്ദരമായ ഭൂമിയിൽ നമ്മൾ എന്തിനാണ് തമ്മിൽ തല്ലി വെറുതെ സമയം പാഴാക്കുന്നത്? വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം ഭൂമിയിൽ മനുഷ്യരുള്ളൂ. മനുഷ്യായുസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആയുസ്സാണ്. ആ ആയുസ്സിനുള്ളിൽ എന്തിനാണ് നിങ്ങൾ വ്യഥ പേറി സങ്കടമുണ്ടായി ഒരു വിധത്തിലും മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്നത്? മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നാൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നാണ് അർത്ഥം. സന്തോഷത്തോട് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നാൽ നിങ്ങൾ ശരിയായ ജീവിതം നയിക്കുക എന്നാണ് അതിനർത്ഥം. അങ്ങനെ ഈ ഭൂമിയിൽ അങ്ങനെ ജീവിച്ചു തുടങ്ങുന്നത്. എന്താണ് നമുക്ക് പാകപ്പിഴവുകൾ ഉണ്ടാകുന്നത്? ഇവിടെയാണ് പാകപ്പിഴവുകൾ സംഭവിക്കുന്നത്. അപ്പം അത് കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? മുഖാമുഖം ഇരിക്കണ്ടേ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പിണക്കത്തിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ മുഖാമുഖം ഇരിക്കണ്ടേ? ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ചെയറിട്ടിരുന്ന് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കണ്ടേ? അത് നീണ്ടു പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഹൃദയബന്ധങ്ങൾ നീണ്ട് വളരെ ദൂരത്തേക്ക് അടുക്കുകയല്ല ചെയ്യുന്നത്, അകലുകയല്ല ചെയ്യുന്നത്. ഹൃദയങ്ങൾ അടുപ്പിക്കാനുള്ളതല്ല യഥാർത്ഥത്തിൽ, അകറ്റാനുള്ളതാണ് യഥാർത്ഥത്തിൽ. ഏതാണ് ശരിയെന്ന് കണ്ടെത്തുന്നത് നമ്മളല്ലേ? ശരികളെ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ പറയുന്നത് മാത്രമല്ല ശരി, മറ്റുള്ളവർ പറയുന്നതും ശരിയാവും, മറ്റുള്ളവർ പറയുന്നതും ശരിയാണ്. ഈ രണ്ട് ശരികൾക്കിടയിലുള്ള ഒരു ശരിയുണ്ട്. ആ ശരി നിങ്ങൾ നോക്കി പിടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് ശരികൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട വലിയ ശരിയുണ്ട്. ബഷീറിൻ്റെ ഭാഷയിൽ ഇമ്മിണി വലിയ ശരി. ആ ഇമ്മിണി വലിയ ശരിയെ മുറുക്കി പിടിക്കണം.